എല്ലാവരും റീപ്ലേസ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. അത് മാനേജ് ചെയ്യാനും അല്ലെങ്കിൽ അതിന് ഏറ്റവും ടാലൻ്റ് ഉള്ളതും ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുന്ന ആളുകൾ അതിജീവിക്കും. ഇങ്ങനെ ഒപ്പിച്ചൊപ്പിച്ച് പോകുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, ഒരു വലിയൊരു കൂട്ടത്തിൻ്റെ ഇടയിൽ, ഇപ്പം നമ്മൾ പറയാം വലിയ പ്രകടനത്തിൻ്റെ ഇടയിൽ കയറിയിട്ട് ഇങ്ങനെ ഒത്തൊപ്പിച്ച് തിന്നങ്ങ് പോകുന്ന ആൾക്കാരുടെ ഒഴുക്കിൽ പോകുന്ന ആളുകൾക്കൊക്കെ പണി കിട്ടാൻ ചാൻസ്. അങ്ങനത്തെ ആളുകൾ തന്നെയാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനത്തെ ആളുകളെയാണ് ഇത് റിപ്ലേസ് ചെയ്യുകയും ചെയ്യുക. കാരണം നിങ്ങൾ AI ഉപയോഗിച്ചോ, നിങ്ങൾ HR ലാണോ, ഓപ്പറേഷൻസിലാണോ, നിങ്ങൾ സെയിൽസിലാണോ, എവിടെ ആയാലും നിങ്ങൾ AI ഉപയോഗിക്കുന്ന നല്ല രീതിയിലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിൻ്റെ റിസൾട്ട്സ് നിങ്ങൾക്ക് ഈ ഒരു വരുന്ന കാലഘട്ടത്തിൽ ഒരാൾക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും നല്ല സ്കില്ലുകൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ പറയും. ഒന്ന് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്. പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. കമ്മ്യൂണിക്കേഷൻ 2 തരമുണ്ട്. ഒന്ന് ഹ്യൂമൻ ഇൻട്രാക്ഷൻ കമ്മ്യൂണിക്കേഷൻ. ഇപ്പോഴത്തെ പുതിയ തലമുറക്ക് തീരെ പറ്റാത്തൊരു സാധനമാണ് ആളുകളുമായി കണ്ണോട് കണ്ണ് ചേർന്ന് അല്ലെങ്കിൽ നോക്കി സംസാരിക്കാൻ പറ്റുക എന്നുള്ളത്. സ്ക്രീനിലാണ് എല്ലാവരും ഉള്ളത്. അപ്പം കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കമ്മ്യൂണിക്കേഷൻ ഒന്ന് ഹ്യൂമൻസിനോട്, 2 മെഷീൻസിനോട്. മെഷീനുകളോട് AI സംസാരിക്കാൻ പറ്റുന്നതാണ് വേറെ തന്നെ കഴിയുക. അത് പറഞ്ഞാൽ നമുക്കൊരു നല്ല രീതിയിലൊരു മാനേജർ ആയിക്കൊണ്ട് എൻ്റെ എംപ്ലോയീസിനോട് എനിക്ക് പ്രോപ്പറായി ക്ലിയറായി സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണ് ഞാനെന്നുണ്ടെങ്കിൽ ആ സംസാരം മതി. സത്യം പറഞ്ഞാൽ എന്ത് AI സംസാരിക്കാൻ. ആ സംസാരിക്കാൻ പോലും ആളുകൾക്ക് അറിയാത്തതുകൊണ്ടാണ് ഇതിനെ വലിയ ടേമിൽ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്നൊക്കെ വിളിക്കുന്നത്.